ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ മുമ്പ് ഇതേപോലെ തന്നെ എന്തോ ഹസ്ബൻഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചാനലിൽ എൻ്റെ കൺമുമ്പിൽ മുമ്പ് പെടുന്നത്. അപ്പോൾ ആ ചാനലിനകത്തുള്ള ദീപ്തി എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ വീഡിയോൻ്റെ തംബ്നെയിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, എൻ്റെ മരണം ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു തംബ്നെയിലാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണ്, അതായത് ഇതിനകത്ത് എന്താണ് പറയണതെന്നാണ് നമ്മളപ്പോൾ ഇപ്പം ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആദ്യം തന്നെ കണ്ടു നോക്കാം. ആഴ്ചയിൽ 1-2 തവണ വിളിക്കുക, കൊല്ലും വെട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് മറ്റേ അതൊക്കെ പുള്ളിയുടെ കയ്യിലായിരിക്കുന്നേ. പക്ഷെ എപ്പോഴും ഒരു മരണം മുന്നിൽ കണ്ടിങ്ങനെ നടന്ന് വയ്യ. അതായത് പിന്നെ എന്റെ പിറന്നാൾ എങ്ങനെയായിരുന്നു അറിയാവോ? പിറന്നാളിന് 2-3 ദിവസം മുന്നേ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നീ ജനിച്ച ദിവസം തന്നെ നിന്നെ ഞാൻ തട്ടും, ഞാൻ വരും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നവംബർ 20 എന്റെ പിറന്നാള്. 18-ാം തീയതി ആയപ്പോ തന്നെ എനിക്ക് പിന്നെ ഒരാള് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ വണ്ടി, വിജയുടെ വണ്ടി ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് അത്തിക്കയം, അത് പാസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. പുള്ളിയുടെ വണ്ടി കണ്ടാ അറിയാം, അതിലൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ വെച്ചിട്ട് കണ്ടാ അറിയാം. അപ്പൊ വിജയുടെ വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. അപ്പൊ എനിക്ക് വെട്ടുന്നതോ കുത്തുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ അത് കാരണം വീട്ടിലുള്ളവരുടെ ആ ഒരു വിഷമം, അവരുടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, 19-ാം തീയതി ആയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അടുത്ത് ഒരു ഹോം. ഈ ഒരു വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് ഈ ഒരു പുള്ളിക്കാരിയും ദീപ്തി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡായിട്ട് ഇതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അവരുടെ ജീവിതത്തിനകത്ത് ഈ ഭർത്താവ് ഭയങ്കര കുടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡിവോഴ്സായി, അത് കഴിഞ്ഞിട്ടും ഈ ഭർത്താവ് പിന്നെയും ഇവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, ഇവരെ ബർത്ത്ഡേക്കൊന്നും ആഘോഷിക്കാൻ പോലും പറ്റാണ്ട് ആ ബർത്ത്ഡേ ദിവസം വരെ ഭർത്താവിനെ പേടിച്ച്, ഭർത്താവിൻ്റെ വണ്ടി വരുന്നത്, അതായത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ മുൻ ഭർത്താവിൻ്റെ വണ്ടി വരുന്നത് കണ്ടിട്ട് അത് ബാക്കിയുള്ളവർ വിളിച്ചു പറഞ്ഞ് ഈ പുള്ളിക്കാരി അത് പേടിച്ചിട്ട് ആ സ്ഥലത്തുനിന്ന് മാറേണ്ട ഒരവസ്ഥ വരെ വന്ന്. അപ്പം അത്രയും അതായത് ഒരു ട്രോമയാണ് ഭർത്താവ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും ഒരു ടോക്സിക് ആയിട്ടുള്ള, അതായത് ഇപ്പം ഈ ഒരു ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലതായിരിക്കും. ഈ ഒരു ഇതിനൊക്കെ കേസ് കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയണം. ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾ കേസ് കൊടുക്കണം. നമുക്ക് ബാക്കി ഉണ്ടോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അതായത് ഒരു സമയം വരെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു, നല്ല രീതിയിൽ പോയിട്ട് പതുക്കെ എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ എന്നെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാ. പിന്നെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോറി പറയുക, ഇത് ഒട്ടുമിക്ക മദ്യപാനികളും ചെയ്യുന്നത് തന്നെയാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ പുള്ളി സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കരയില്ല, കാരണം ഞാൻ ഇതൊക്കെ കണ്ട് ഞാൻ സന്തോഷത്തോടെ പറയുള്ളൂ. ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും ഹാപ്പിയാണ്. ഇത് അതായത് ഞാൻ ഉറക്കത്തിൽ ഒരു ദിവസം ഞെട്ടി അങ്ങ് എണ്ണിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാല്, രാത്രി 1 മണി 2 മണി ആയിട്ടുണ്ടാവും. പുള്ളി കാലിൽ ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റ് ഒക്കെ ഇങ്ങനെ കെടുത്താൻ വേണ്ടിട്ട് ചവിട്ടി ഞരക്കൂലേ, അതുപോലെ എന്റെ നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ചു. പിന്നെ കുറെ നാളത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കുമ്പോൾ പോലും ഒരു വേദന. ഇപ്പോഴും എനിക്ക് അതിന്റെ വേദന മാറിയിട്ടില്ല. ഇങ്ങനെ അതിൽ നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ അതൊരു ക്രൂരതയായിരുന്നു എന്നോട് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു അവസരത്തില് എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഴുത്തിൽ കത്രിക വെച്ചുകൊണ്ട് ഇങ്ങനെ അമുക്കം വന്നപ്പോഴത്തേക്ക്, എവിടെയെന്നറിയാം, 3 വീട്ടിൽ വെച്ച്. അപ്പോഴത്തേക്ക് അമ്മ വന്ന് ഇടപെട്ടു. അമ്മ എന്റെ കൂടെ അല്ലായിരുന്നു. അമ്മ വന്ന് വിജയ്ക്ക് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവസാനം വിജയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞു, എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യരുതെന്ന്. അപ്പോഴാണ് വിട്ടത്. ഒരുപാട് തവണ എങ്ങനെ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട്, ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഞാൻ എല്ലാത്തിൽ നിന്നും. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയാൽ, അതായത് പുള്ളിക്കാരിനെ നെഞ്ചത്ത് ചവിട്ടി അരക്കുന്ന, അതായത് സിഗരറ്റൊക്കെ അരക്കുന്ന പോലെ നെഞ്ചത്ത് ചവിട്ടി, അതായത് അമുക്കുന്ന പോലത്തെ ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കഴുത്തിൽ കത്രിക വെക്കുക. ഇത്രയും ഇത് എങ്ങനെ ഒരാൾ ആ ഒരു ആളുടെ കൂടെ താമസിക്കാന്ന് തന്നെ എനിക്ക് ഭയങ്കര ഒരു സംശയം. അതായത് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു മനുഷ്യൻ, ആ ഒരു മനുഷ്യനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസിനെ പിടിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ പുള്ളിക്കാരി ഇവിടെ ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി കേസ് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേസ് കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും ഒരാൾ സഹിച്ച് അയാളുടെ കൂടെ താമസിക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഈ പുള്ളിക്കാരി നിലവിൽ ഡിവോഴ്സ് ആയെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് എന്നിട്ടും അയാൾ ശല്യം ചെയ്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോന്റെ ബാക്കി ഒന്ന് കണ്ടുനോക്കാം. മാത്രമല്ല ഇവിടെ
ഇവിടുന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് നാട്ടിൽ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. എല്ലാരെയും വിളിച്ചിട്ട് ആള് വളരെ മോശമായിട്ട് നമ്മളൊന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഷെയർ ചെയ്ത് നാട്ടിൽ നമ്മളെ പറ്റിയ അപവാദം, അതായത് ഈ പുള്ളിക്കാരനെ പറ്റിയ അപവാദങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ അടുത്ത് പുള്ളിക്കാരൻ്റെ ഒരു നെഗറ്റീവ് ഇമേജും ഉണ്ടാക്കലും അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. ബാക്കിയുണ്ടോ? അതായത് പുള്ളി ഇപ്പൊ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കാണണം, ഞാൻ പുള്ളിയുടെ കൂടെ ചെല്ലണം, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അയാളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ മദ്യപാനം നിർത്താന്ന്. ചെന്ന് കഴിഞ്ഞാൽ ഈ വാഗ്ദാനം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മദ്യപാനം നിർത്താൻ എല്ലാം റെഡിയാവുമെന്ന്. അതായത് ഇനി പുള്ളിക്കാരൻ്റെ ഒപ്പം ചെല്ലണമെന്ന്. അതായത് ഇത്രയും ഒരു ഹൊററായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ട്, അതായത് നെഞ്ചത്ത് ചവിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇതൊക്കെ സഹിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഈ പുള്ളിക്കാരനെ സമ്മതിക്കണം. ഇത്രയും സഹിച്ച് അവിടെ നിന്ന് ഒരുവിധം അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് ഇപ്പം പറയണത് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം സോൾവ് ആവും എന്നുള്ള രീതിക്ക് പറയുന്നത്. ഇവർക്കൊരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാ? അതായത് ഇത്രയും ഒരു ഇത് ചെയ്തിട്ട് നല്ല രീതിക്ക് ഇപ്പൊ ഈ ഒരു ഇതിനൊക്കെ എന്താണ് വകുപ്പ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ലൊരു അകത്താവുന്നൊരു വകുപ്പ് ഉണ്ടാവേണ്ടതാണ്. ഈ പുള്ളിക്കാരി കേസ് കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് ഈ വീഡിയോനകത്ത് പറയണത്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ മദ്യപിക്കുന്ന ഏതെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, ഭാര്യ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നവരോട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാലും ഈ ഒരു മദ്യം എന്ന് പറയുന്ന സാധനം ഫസ്റ്റ് നമ്മൾ കഴിക്കുമ്പോഴേക്കും നമുക്കൊരു സുഖം ഉണ്ടാവും. അതായത് ഫസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ രസത്തിനൊക്കെ തുടങ്ങുന്നതായിരിക്കും എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പയ്യെ കൈവിട്ട് പോയി, പിന്നെ ഇത് എക്സ്ട്രീമായി, പിന്നെ കയ്യിൽ നിൽക്കാണ്ട് വരും. അതായത് ഇപ്പോൾ നമ്മളല്ലാണ്ടാവാന്ന് പറയുന്ന ഒരു അവസ്ഥേനകത്തേക്കൊക്കെ പോയി ഓവറായി കഴിയുമ്പോൾ ഈ സംഭവം. അപ്പം നമ്മൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു സ്റ്റേജിനകത്ത് എത്തുമ്പോഴത്തേക്കും അവരായിരിക്കൂല അത് നിലവിൽ. അന്നും പറഞ്ഞ് നമ്മളവരെ ന്യായീകരിക്കണമല്ല ഞാൻ. അങ്ങനെയുള്ളവരെ അപ്പം നല്ല രീതിക്ക്, അതായത് ഇപ്പോൾ ഇത്രയൊക്കെ ഉപദ്രവിക്കുന്ന ഒരാളെ കേസ് കൊടുക്കണം. അപ്പം തന്നെ കേസ് കൊടുത്ത് അപ്പം തന്നെ അതിനൊരു എൻഡാക്കണം. ആ ഒരു പരിപാടി അവിടെ നിർത്തണം. അല്ലാണ്ട് അത് വെച്ചോണ്ടിരുന്ന് പിന്നെ ഒരുപാട് നാളത്തേക്ക് കൊണ്ടുപോയി പിന്നെ അത് അവർക്കൊരു ലൈസൻസ് കിട്ടും. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല, അതായത് അവളൊന്നും ചെയ്യല്ല എന്നുള്ളൊരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഈ പറയണ വെച്ചിട്ട് ആ പുള്ളി ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഈ പുള്ളിക്കാരിയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് അതിൽ നിന്നൊക്കെ ഒരു സുഖം കിട്ടുന്ന പോലത്തെ രീതിക്കൊക്കെയാണ് ആ പുള്ളിക്കാരനെ പറയുന്നത്. അപ്പം അത്രയും ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ ഒന്നും അങ്ങനെ അത്ര പ്രോത്സാഹിപ്പിക്കാനൊന്നും പാടില്ല. ഇതേപോലെ നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നിട്ട്, അതായത് ഇപ്പോൾ കേസൊന്നും കൊടുക്കാണ്ട് അതൊരു പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ്. കാര്യം അവർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ അവരെന്തിനാ പേടിക്കണം? അപ്പോൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അത് അവിടെ നിർത്തണം. അതായത് ഫസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ തന്നെ, എന്തെങ്കിലും ഒരു ചെറിയ ഇത് ഉണ്ടാകുമ്പോൾ തന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വഷളായി കഴിഞ്ഞിട്ട് ഇപ്പം ഈ പുള്ളിക്കാരൻ്റെ പുറകെ പിന്നെയും നടക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോഴായാലും വൈകിട്ടില്ല, ഇപ്പോഴാണെങ്കിലും ഒരു കേസിന് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാര്യം ഇത് പിന്നീട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ആദ്യം അവരോട് ചോദിക്കുക കേസിന് പോയിട്ടുണ്ടോ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ കേസിന് പോയിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല എന്നൊരു ചോദ്യം വരും. അപ്പോൾ ആ ഒരു ചോദ്യം വരാണ്ടിരിക്കാനായിട്ട് ഇപ്പോഴേ കേസിന് പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. ഇത്രയും ഒരു മനുഷ്യനെയൊക്കെ എങ്ങനെ മനുഷ്യനെന്ന് തന്നെ പറയാൻ പറ്റണം. അതായത് ഒരാളെ ഉപദ്രവിച്ചുകൊണ്ട് അതിൽ നിന്ന് സുഖം പിടിക്കുന്ന ആൾക്കാരെയൊക്കെ മനുഷ്യനെന്ന് തന്നെ പറയാൻ കൊള്ളൂല. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.